വയനാടിനോടുള്ള അടുപ്പവും സ്നേഹവും വാക്കുകളിൽ നിറച്ച് പ്രിയങ്ക ഗാന്ധി. പാർലമെന്റിൽ വയനാടിനെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞാൽ അത് തനിക്ക് അഭിമാനം നൽകുന്ന മുഹൂർത്തമായിരിക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു. ഞാൻ എവിടെ പോയാലും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്നു, നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചു. നിങ്ങളുടെ വീടുകൾക്കുള്ളിലേക്ക് നിങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. എല്ലാവരെയായി ഞാൻ ഇതിനു വേണ്ടി നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. I am deeply grateful. I want to just say great honor for me to represent you in Parliament. If you choose me on the day of polling day after tomorrow. എനിക്ക് നിങ്ങളോട് വളരെയധികം കടപ്പാടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ പ്രതിനിധാനം ചെയ്യുക എന്നത് വലിയ ആദരവായി ഞാൻ കണക്കാക്കുന്നു. I will work hard for you with commitment and dedication because to me what you have already given me and what you have given to my brother in the way of giving him love and support at a time that was most difficult for him, I will always be grateful for. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. നിങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്ന സ്നേഹം, അതുപോലെ തന്നെ എന്റെ സഹോദരന് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ നൽകിയ സ്നേഹം, അതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും. ഇപ്പൊ തന്നെ ചോദിക്കാവുന്നതിൽ കൂടുതൽ നിങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. In the last few days that I have been campaigning throughout the constituency, I have met families of banana farmers, rubber farmers, coffee growers, വാഴ കൃഷി നടത്തുന്നവരെ, അതുപോലെ തന്നെ കാപ്പി കൃഷി നടത്തുന്നവരെ, റബ്ബർ കർഷകരെ, അവരുടെയൊക്കെ കുടുംബങ്ങളെ ഞാൻ ഈ ഒരാഴ്ച കണ്ടു. I have met Manrega laborers, തൊഴിലുറപ്പ് തൊഴിലാളികളെ ഞാൻ കണ്ടു. young tribal people who are excelling in their fields. ചെറുപ്പക്കാരായ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർ, അവരവരുടെ മേഖലകളിൽ മികച്ചവരായ അവരെയും ഞാൻ കണ്ടു. I have been to the WMO and to all the institutions run by them. ഞാൻ WMOയിൽ പോയി. അതുമാത്രമല്ല, അവർ നടത്തുന്ന പല സ്ഥാപനങ്ങളിലും ഞാൻ പോയി. Met my sisters and fathers and brothers in the churches here. ഇവിടെയുള്ള പള്ളികളിലെ സിസ്റ്റേഴ്സിനെയും ഫാദേഴ്സിനെയും ബ്രദേഴ്സിനെയും ഞാൻ കണ്ടു. I went to Tirunelli temple yesterday. ഇന്നലെ ഞാൻ തിരുനെല്ലി അമ്പലത്തിൽ പോയി. And I am beginning to slowly understand what are the great issues that you are facing. നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പതുക്കെ പതുക്കെ മനസ്സിലാക്കി തുടങ്ങുകയാണ്. What your life, your tradition and your culture is all about. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, നിങ്ങളുടെ പാരമ്പര്യം എന്താണ്, നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ്. I am proud to say that I have seen the best of India here. എനിക്ക് അഭിമാനമുണ്ട്. ഇവിടെ വന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതാണ് ഈ വയനാട്ടിൽ ഞാൻ കാണുന്നതെന്നില്ല എനിക്ക് അഭിമാനമുണ്ട്. I have seen natural beauty of the spirit, of brotherhood, of friendship amongst all the communities. ഞാൻ ഇവിടെ പ്രകൃതി സൗന്ദര്യം കണ്ടു. അത് മാത്രമല്ല, നിങ്ങളുടെ ആന്തരിക ചൈതന്യത്തിന്റെ സൗന്ദര്യം, എല്ലാ സമുദായത്തിൽപ്പെട്ടവരുടെ സാഹോദര്യത്തിന്റെ സൗന്ദര്യവും ഞാൻ ഇവിടെ കണ്ടു. I have seen enterprise in those who are running homestays and small businesses like the ones here. ഇവിടെ പല സംരംഭങ്ങളും ഞാൻ കണ്ടു. ഹോം സ്റ്റേ നടത്തുന്നവരെ കണ്ടു, അതുപോലെയുള്ള ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവരെ കണ്ടു. And been inspired by a young soccer players and sports people. നിങ്ങളുടെ spirit with which they play. ഏതൊരു ഊർജ്ജത്തോടു കൂടി കളിക്കുന്ന നിങ്ങളുടെ ചെറുപ്പക്കാരായ ഫുട്ബോൾ കളിക്കാരെ കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. And I will be proud to represent you in Parliament if you give me the chance to. നിങ്ങൾ എനിക്കതിനൊരു അവസരം നൽകുകയാണെങ്കിൽ നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ എനിക്ക് അഭിമാനം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. You are my sisters and brothers. നിങ്ങൾ എന്റെ സഹോദരി സഹോദരന്മാരാണ്. And I will work hard for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. I will not let you miss me. നിങ്ങൾ ഒരിക്കലും എന്നെ മിസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല. And I will be here as often as possible to stand shoulder to shoulder with you in your happiness, in your
your sadness, face your difficulties with you, and fight to resolve all the problems you are facing with you. നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്ന സമയമെല്ലാം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Thank you very much for being here today. ഇന്നിവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുന്നു. I learned one more line in Malayalam. ഞാൻ മലയാളത്തിൽ ഒരു വരി കൂടി പഠിച്ചു. ഞാൻ വേഗം തിരിച്ചു